നമസ്കാരം. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ നിർണായകമായ ചില നടപടികളിലേക്ക് SIT സംഘം കടക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി SITക്ക് ഒരു ദിശാബോധം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു SITയുടെ ഒരു മുന്നോട്ട് പോക്ക്. കാരണം ഈ ഡി മണിയുടേതായ ചില പ്രശ്നങ്ങളും വാർത്തകളും ഒക്കെ വന്നതിന് ശേഷം SIT സംഘത്തിന് ഒരു ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്, എവിടേക്കാണ് അന്വേഷണം പോകേണ്ടത്, എവിടെയാണ് ഈ ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമുള്ളത് എന്നതൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തുടരുകയാണ്. അതിനിടയിൽ SIT പിടിച്ചകത്തിട്ടിട്ടുള്ള പ്രതികളെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ്. അതായത് 90 ദിവസമായും കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ ഇവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുകയാണ്. അത് SITയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിൻ്റെ ഒരു സമർപ്പണം അത് വേഗതയിലാക്കാൻ SIT തീരുമാനിച്ചിരുന്നു. പക്ഷേ അവിടെയും SITക്ക് മുന്നിൽ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം VSSCയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് അതൊരു പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് മാത്രമാണ്. അതിലിപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ച സൂക്ഷ്മമായ ചില പരിശോധനകൾ, ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനകളുടെ റിപ്പോർട്ട് വരാൻ വൈകും. അത് വന്നതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനും കഴിയുകയുള്ളൂ. മുരാരി ബാബു അടക്കമുള്ള പ്രതികൾ ഇപ്പോൾ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ കട്ടളപ്പള്ളി കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങും. അതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു നീക്കം കൂടി SIT സംഘം നടത്തുന്നത്. അത് നടൻ ജയറാമിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ജയറാമിനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വസതിയിലെത്തിയാണ് ചോദ്യം ചെയ്തത്. ഇത് പ്രധാനമായും മൊഴിയിലെ വൈരുദ്ധ്യം, ഒരുപക്ഷെ ജയറാമിൽ നിന്നും നേരത്തെയും ചില വിവരങ്ങൾ SIT തേടിയിട്ടുണ്ടാകാം. അന്ന് നൽകിയ വിവരങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR വിവരങ്ങളും ഇപ്പോൾ ജയറാം നേരത്തെ പറഞ്ഞ വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന വിവരവും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലും ഇപ്പോൾ SIT സംഘം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ഈ പൂജിക്കുന്ന ദൃശ്യങ്ങൾ, അത് ജയറാം ആ പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അന്ന് ജയറാം വിശദീകരിച്ചത് ആ പൂജ നടന്നത് അത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിലാണ്. അവിടെ വെച്ച് സ്വർണം പൂശിയതിന് ശേഷം പൂജ നടന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതരുമെല്ലാം ക്ഷണിച്ചതിന് പ്രകാരം ഞങ്ങൾ അവിടെ എത്തി ആ പൂജയിൽ പങ്കെടുത്തു എന്ന് മാത്രമാണ്. അതുമാത്രമല്ല, ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇത് തൻ്റെ വീട്ടിലേക്ക് ഇറക്കി വച്ച് പൂജ ചെയ്യുമോ എന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. ആ അഭ്യർത്ഥന മാനിച്ച് ജയറാമിൻ്റെ വീട്ടിൽ ഈ സ്വർണ്ണ കട്ടിളപ്പാളികൾ ഇറക്കി വെച്ച് പൂജ ചെയ്തിരുന്നു എന്നുമാണ് ജയറാം ഈ സമൂഹത്തോട് പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. യഥാർത്ഥത്തിൽ കട്ടിളപ്പാളികളല്ല ജയറാമിൻ്റെ വീട്ടിൽ പൂജ ചെയ്തത്, മറിച്ച് ദ്വാരപാലക പാളികളായിരുന്നു. ഇത് രണ്ട് കാലഘട്ടത്തിലാണ് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു സമയത്താണ് ഇത്തരത്തിൽ ജയറാമിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ച് പൂജ ചെയ്തത്. അത് കട്ടിളപ്പാളികളല്ല, മറിച്ച് ദ്വാരപാലക പാളികളാണ്, ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളാണ് എന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ SIT അന്വേഷിക്കാനുള്ള സാധ്യത ഏറുന്നത്. മാത്രമല്ല, ആ കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്ന കട്ടിളപ്പാളികളുടെ സ്വർണം ഉരുക്കിയെടുത്തതിന് ശേഷം സ്വർണം പൂശി പ്ലേറ്റ് ചെയ്ത് തിരിച്ചെത്തിയത് പഴയ അവിടെ നിന്നും കൊണ്ടുപോയ അതേ കട്ടിളപ്പാളികൾ തന്നെയാണ് എന്ന് VSSC സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഇളക്കി കൊണ്ടുപോയ ദ്വാരപാലക പാളികളല്ല തിരികെ വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് വിറ്റഴിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജയറാമിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ ജയറാം അതിൽ പങ്കാളിയാണോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ SIT ഈ ചോദ്യം ചെയ്യലിലൂടെ തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജയറാം ഒരു സെലിബ്രിറ്റിയാണ്, ജയറാമിൻ്റെ വീട്ടിൽ പൂജ ചെയ്ത സാധനമാണ്, ജയറാം പോലും അത്രമാത്രം ഭവ്യതയോടുകൂടി കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ കോടികളുടെ അല്ലെങ്കിൽ അമൂല്യമായ ഒരു വിലയ്ക്ക്, ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിലയ്ക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരിലേക്ക് എത്തിയിട്ടുണ്ടോ, അതിന് ജയറാം ഒരു കാരണമായിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ SIT സംഘം അന്വേഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ജയറാം ഈ കട്ടളപ്പാളികളുമായി ബന്ധപ്പെട്ട് ആദ്യം പങ്കുവച്ച വിവരം തെറ്റാണ് എന്ന് അന്വേഷണ സംഘം ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ജയറാമിനെ ആ തെറ്റായ വിവരം നൽകാൻ പ്രേരിപ്പിച്ചത്? മാത്രമല്ല, എന്താണ് ഇതിനകത്തെ കാര്യങ്ങൾ? എങ്ങനെയാണ് ഈ ദ്വാരപാലക ശില്പ
സങ്കല്പങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ജയറാമിൻ്റെ അറിവ് എന്നതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും SIT സംഘം ചോദ്യം ചെയ്യലിൽ നിന്ന് അറിയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു നിർണായക നടപടിയാണ്. കേസിലേക്ക് സാക്ഷിയായോ പ്രതിയായോ ജയറാം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.